ഓരോ പ്രഭാതവും നമുക്കായി പൊട്ടി വിടരുന്നത് നമ്മൾ നിലവിളിച്ചിട്ടോ കേണപേക്ഷിച്ചിട്ടോ അല്ല. അതുപോലെയാണ് കർത്താവിന്റെ സ്നേഹം നമ്മെ തേടി വരുന്നത്. പ്രഭാതം വരുന്നത് പോലെ കർത്താവിന്റെ സ്നേഹം സുനിശ്ചിതമായി നമ്മെ തേടി വരുന്നു. ഈ വാക്യത്തിന്റെ ചരിത്ര പശ്ചാത്തലം കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിനെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ അകന്നുപോയിട്ടും കർത്താവിന്റെ സ്നേഹം അവരെ തേടി വരുന്നതാണ്. നാം നടന്നകന്നാലും അദ്ദേഹം വരും. നാം ദൂരെ പോയാലും കർത്താവ് നമ്മെ തേടി വരും. പ്രഭാതം വരുന്നത് പോലെ ഉറപ്പായും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. ക്രിസ്തുമസ് എന്നത് വെറും ആഘോഷങ്ങളുടെയും അലങ്കാരങ്ങളുടെയും ദിവസമല്ല. അത് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരിലേക്ക് എത്തിയ ദിവസമാണ്. സ്വർഗത്തിന്റെ മഹത്വം വിട്ട് ലളിതമായ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചത് അവിടുത്തെ ത്യാഗസ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. രാജാവായിരുന്നിട്ടും രാജധാനിയിൽ ജനിക്കാതെ ലളിതമായ ഒരു പുൽക്കൂട്ടിയിൽ ജനിച്ചത് നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിനുണ്ടാകേണ്ടത് ഭംഗിയോ സമ്പത്തോ അല്ല, മറിച്ച് വിനയവും ത്യാഗവുമാണ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഈ തിരുനാൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹം നിറയ്ക്കട്ടെ. മെറി ക്രിസ്മസ്.